CPM സംസ്ഥാന സമിതി യോഗങ്ങളിൽ കഴിഞ്ഞ 20 കൊല്ലമായി കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. പിണറായി വിജയൻ എന്ന നേതാവ് കൽപ്പിക്കും, മറ്റുള്ളവർ വായും പൊത്തി അനുസരിക്കും. അതിന് എതിര് നിന്ന ഒറ്റ നേതാവേ ഉണ്ടായിരുന്നുള്ളൂ, സഖാവ് VS അച്യുതാനന്ദൻ. VS അനാരോഗ്യം മൂലം കളം വിട്ടതോടെ പിണറായി വിജയൻ പൂർണ്ണമായും CPIM-നെ ഹൈജാക്ക് ചെയ്തു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഞെട്ടിക്കുന്ന തോൽവിയോടെ സംഭവിച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ വീഴ്ചയാണ്. അനിവാര്യമായിരുന്ന തിരിച്ചടിയാണത്. പ്രായം 80 പിന്നിട്ടു. ഇനി ഒരു കാലം പിണറായി വിജയന് മുന്നിലില്ല. എന്നാൽ കണക്ക് പറയിച്ചിട്ടേ വിടുകയുള്ളൂ എന്ന നിലപാടിലാണ് സഖാക്കന്മാർ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കടുത്ത വിമർശനങ്ങളാണ് പിണറായി വിജയനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, ഇനി പറയാനുള്ളത് പറയാനും കേൾക്കാനും തിരുത്താനും സമയം കണ്ടെത്തണമെന്ന നിർദ്ദേശം പിണറായിക്ക് മുന്നിൽ സഖാക്കന്മാർ വെച്ചു കഴിഞ്ഞു. പാർട്ടി അംഗങ്ങളുടെ മനസ്സ് പോലും LDF-ന് അനുകൂലമായിരുന്നില്ല. ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് സംഘടനാ സംവിധാനം മാറിയിട്ടുണ്ട്. അതാണ് ആദ്യം തിരുത്തേണ്ടത്. അതിനെല്ലാവരെയും തുറന്ന മനസ്സോടെ കേൾക്കണമെന്ന നിർദ്ദേശം സഖാക്കന്മാർ പിണറായിക്കും MV ഗോവിന്ദനും നൽകിയിട്ടുണ്ട്. മണിക്കൂറുകളാണ് പിണറായി വിജയനെ സഖാക്കന്മാർ സംസ്ഥാന സമിതിയിൽ തടഞ്ഞുവെച്ച് പ്രതിഷേധം അറിയിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി യോഗം 4 മണിക്ക് മുൻപായി അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചത്. തിരക്കിട്ട് തീർക്കേണ്ടതില്ലെന്ന് നേതാക്കന്മാർ പറഞ്ഞതോടെ 13 മണിക്കൂറാണ് യോഗം നീണ്ടുനിന്നത്. പറയാനുള്ളതെല്ലാം സമയപരിധിയില്ലാതെ പറയണമെന്ന നേതാക്കളുടെ ആവശ്യം അംഗീകരിക്കപ്പെടുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പതിവില്ലാത്ത വിധം വിമർശനങ്ങളെ നേരിട്ടതിനാണ് യോഗം സാക്ഷ്യം വഹിച്ചത്. അസഹിഷ്ണുതയോടെയുള്ള പെരുമാറ്റം അവസാനിപ്പിക്കേണ്ടതാണ് എന്ന നിർദ്ദേശമാണ് നേതാക്കന്മാർ പിണറായി വിജയനും മറ്റ് തലമുതിർന്നവർക്കും മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. MV ഗോവിന്ദനെതിരെയുള്ള വിമർശനത്തിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി നിൽക്കുന്നത് പോലും ഉചിതമാകുമെന്ന പരാമർശം വന്നിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി പദവിയിൽ അനുയോജ്യരായ നേതാക്കന്മാർ നിരവധി നിൽക്കുമ്പോൾ പൂർണ്ണമായും കണ്ണൂർ ലോബിക്ക് മുന്നിൽ പാർട്ടി കീഴ്പ്പെട്ട് കഴിഞ്ഞു. അഖിലേന്ത്യാ സെക്രട്ടറിയായി കണ്ണൂരിന്റെ പുറത്തുനിന്ന് MA ബേബിയുണ്ട്. എന്നിട്ടും ഇന്നും സംസ്ഥാനത്തെ CPM-നെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനും MV ഗോവിന്ദനും അടങ്ങിയ കണ്ണൂർ ലോബിയാണ്. ഈ നിയന്ത്രണം ആദ്യം അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പതിവ് കർക്കശ്യം വെടിഞ്ഞ പിണറായി വിജയൻ രാത്രി 11 മണി വരെ നീണ്ട യോഗത്തിൽ 9 മണി വരെ ഇരിക്കുകയും ചെയ്തു. പറയാനുള്ളത് മുഴുവനായും കേട്ട പിണറായി വിജയൻ കുറ്റപ്പെടുത്തലുകളും നിശബ്ദനായി തന്നെ ഏറ്റുവാങ്ങി. സർക്കാരിനെ കുറ്റപ്പെടുത്തിയുള്ള കാര്യങ്ങളിൽ വ്യക്തിപരമായ ചില മറുപടികൾ നൽകിയതൊഴിച്ചാൽ പിണറായി ഒരു വിശദീകരണവും യോഗത്തിൽ നടത്തിയില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ മണ്ഡലം മാറ്റി പരീക്ഷിച്ചതിലെ അസ്വസ്ഥത KK ശൈലജ പ്രകടിപ്പിച്ചിരുന്നു. മത്സരിക്കാനില്ല എന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടും ശൈലജയെ നിർബന്ധിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ എതിരാളിയായി അവതരിപ്പിച്ച് മനഃപൂർവ്വം തോൽപ്പിക്കുകയായിരുന്നു എന്ന വിമർശനവും ഉയർന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിയോട് വിമർശനത്തോടെ സംസാരിക്കുന്ന രീതി കുറേയായി ഉണ്ടായിരുന്നതേയില്ല. പാർട്ടി അറിയാതെ സർവകലാശാല വിഷയത്തിൽ ഗവർണറുമായി ധാരണയുണ്ടാക്കിയപ്പോഴാണ് നേരിയ വിമർശനം ഉയർന്നത്. അത് നടത്തിയ സെക്രട്ടേറിയറ്റ് അംഗത്തോട് മുഖ്യമന്ത്രി ശോഭിക്കുകയും ചെയ്തു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയോടെ പാർട്ടിക്കുള്ളിൽ പിണറായിയുടെ പിടി അയഞ്ഞിരിക്കുകയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ചില പ്രസ്താവനകൾ കൈയോടെ തള്ളിക്കളയണമെന്ന അഭിപ്രായം ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പാർട്ടി യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായിയുടെ സൗകര്യാർത്ഥം തിരുവനന്തപുരത്ത് ചേർന്ന CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഈ വിഷയം വന്നത്. വെള്ളാപ്പള്ളി പറയുന്ന ചില കാര്യങ്ങളിൽ വസ്തുതയുണ്ടാകാമെങ്കിലും അത് അവതരിപ്പിക്കുന്ന രീതിയിലും ഭാഷയിലും പ്രശ്നമുണ്ടെന്നും ഒരു ന്യൂനപക്ഷ സമുദായത്തെ പ്രതികൂട്ടിൽ നിർത്തുന്ന തരത്തിലാണെന്നുമാണ് വിഷയമുന്നയിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ചൂണ്ടിക്കാട്ടിയത്. അതിനെ ശക്തമായി അപലപിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നുമായിരുന്നു വിമർശനം. എന്നാൽ ഇപ്പോൾ വിമർശിക്കുന്ന നേതാക്കൾ ആരും അന്ന് അതിനെ പിന്തുണച്ചില്ല. ഉന്നയിച്ച വിഷയം ഗൗരവമുള്ളതാണെന്നും അക്കാര്യം പിന്നീട് വിശദമായി ചർച്ച ചെയ്യാമെന്നും പിണറായി മറുപടി നൽകിയതോടെ ഈ വിഷയത്തിന്മേലുള്ള ചർച്ചകളും അവസാനിച്ചു. എന്തായാലും 5 മണിക്കൂർ പിണറായി വിജയനെ തടഞ്ഞുവെച്ച് തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുവാനുള്ള നീക്കങ്ങൾ യോഗത്തിലുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല.